എങ്ങനെ എസ് പി എസ് തുറക്കാൻ നോക്കാം. നമ്മുടെ സെർച്ച് ബാറിൽ പോയിട്ട് എസ് പി എസ് എസ് ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യും, IBM SPSS സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഓപ്പൺ ആയി വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇങ്ങനെ തുറക്കാം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റാർട്ടിൽ പോയിട്ട് ചെയ്യുന്ന പോലെ IBM SPSS ഫോൾഡർ കാണും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, SPSS ഐക്കൺ കാണും, ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിനകത്ത് തന്നെ എന്ത് കാണും, SPSS ഐക്കൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ SPSS തുറക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു പേജ് ഇതാണ്. ഇവിടെ നമ്മൾ ഡേറ്റാ സെറ്റ് പുതിയൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേറ്റാ സെറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യും, ഒരു പുതിയ ഡേറ്റാ സെറ്റ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ നോക്കിയാൽ മതി, രണ്ട് വ്യൂസ് ഉണ്ട്. ഒരു വാരിയബിൾ വ്യൂ ഉണ്ട്, ഡേറ്റ വ്യൂ ഉണ്ട്. ഈ ഡേറ്റ വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാസ് എൻട്രി ചെയ്യുന്നത്. ഈ വാരിയബിൾ വ്യൂവിൽ നമ്മൾ ഏതൊക്കെ ഡേറ്റാസാണ് എൻട്രി ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വാരിയബിൾ വ്യൂവിൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ നൈമാണ് കൊടുക്കേണ്ടത്. നൈം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നൈം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചെറുതായിട്ട് നമുക്ക് എന്താണ് ഒരു ഷോർട്ടായിട്ട് കൊടുക്കുക. ഇവിടെ കുത്തോ കോമ അങ്ങനെയൊന്നും പാടില്ല, സ്പേസ് പാടില്ല. സോ നൈം കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് സംഭവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സീരിയൽ നമ്പർ, പേര്, ജെൻഡർ, പ്രിഫറൻസ് ഓഫ് ഫുഡ്, ഈ പറയുന്ന ഒരു 4 കോളമാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നേരെ വരിക, ഈ വാരിയബിൾ വ്യൂവിൽ പോവുക. അവിടെ പോയിട്ട് ഫസ്റ്റ് സീരിയൽ നമ്പറാണ്, അപ്പം SL അല്ലെങ്കിൽ റോൾ നമ്പർ ആണെങ്കിൽ റോൾ നമ്പർ സ്പേസ് കൊടുക്കാൻ പാടില്ല. റോൾ നമ്പർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കാണ്, അപ്പോൾ ന്യൂമറിക്ക് തന്നെ കൊടുക്കാം, ഡെസിമൽ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇപ്പോൾ ലേബിളാണ് ആക്ച്വലി എന്താണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ലേബിളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. റോൾ നമ്പർ അവിടെ സ്പേസ് കൊടുക്കാം, നമുക്ക് എന്താണ് വേണ്ടത് അതേപോലെ ടൈപ്പ് ചെയ്യാം. വാല്യൂസ് ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈമാണ്. അപ്പോൾ നൈം കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, നൈം എന്ന് പറയുന്നത് ന്യൂമറിക് അല്ല, അത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റിനോട് ഉപയോഗിക്കുന്ന സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് തന്നെ കൊടുക്കുക, എങ്കിലേ വർക്ക് ആവുള്ളൂ. നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നൈം അടിക്കാൻ ശ്രമിച്ചാൽ നൈം വരത്തില്ല. സോ സ്ട്രിങ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ 8 എന്നുള്ളത് ഒരു 10ഓ 15ഓ ആക്കുക. കാര്യം ആൾക്കാരുടെ പേരെന്ന് പറയുന്നത് 10 ഡിജിറ്റുള്ള പേരായിരിക്കാം. സോ അതൊരു 10 കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് വേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്യാം. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്. വാല്യൂസ് ഒന്നുമില്ല, ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, ടാബ് അടിച്ച് വിട്ടാൽ മതി. നെക്സ്റ്റ് വന്നു. അടുത്ത ജെൻഡറാണേ. ജെൻഡറിൽ അതും എന്താണ്, നമ്മുടെ ന്യൂമറിക് അല്ല, സ്ട്രിങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സ്ട്രിങ് കൊടുക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ന്യൂമറിക്കാണ് വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിന് വാല്യൂസ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ന്യൂമറിക് തന്നെ കൊടുത്തു പോകാം. ഇവിടെ നമുക്ക് ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്യുക. ജെൻഡർ ഇവിടെ വാല്യൂസ് എന്ന ഓപ്ഷനിൽ നമ്മളിവിടെ ആ 3 ഐക്കണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാല്യൂസ് നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിലിനാണ്. സോ 1 എന്ന് പറയുന്നത് മെയിൽ കൊടുക്കുക, മെയിൽ എന്ന് പറഞ്ഞ് 1 കൊടുക്കുക. എന്നിട്ട് ആഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ 2 കൊടുക്കുക, അത് ഫീമെയിലാണ്. സോ ഫീമെയിൽ കൊടുക്കുക, ആഡ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. സോ അവിടെ വാല്യൂസ് എൻ്ററായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടാബ് നെക്കി എന്ത് ചെയ്യാം, പോവാം. ഈ നെക്സ്റ്റ് ഫുഡ് പ്രിഫറൻസ് ആണ്. ഞാനവിടെ ജസ്റ്റ് പ്രിഫറൻസ് മാത്രം ടൈപ്പ് ചെയ്യുന്നു. അവിടെ നമുക്ക് ന്യൂമറിക് എന്നോടും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ന്യൂമറിക് ടൈപ്പ് ചെയ്യാനും കുഴപ്പമില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ സ്ട്രിങ് തന്നെ ടൈപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെല്ലിൽ എനിക്ക് ആൽഫബറ്റാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ സ്ട്രിങ് തന്നെ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ്, ഫുഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ആ ഫുൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വാല്യൂസ് വെജ് നോൺ വെജ് ആണ്. സോ 1 നമുക്ക് നോൺ വെജ് കൊടുക്കാം, നോൺ വെജ്. ഇനി 2 എന്ന് പറയുന്നത് വെജ് കൊടുക്കാം, ഞാൻ കൊടുക്കുക. സോ ഇത്രയുമാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ടൈപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ഡേറ്റ ടൈപ്പ് ചെയ്തു, നമ്മൾ ഇതിൻ്റെ വാരിയബിൾസ് ടൈപ്പ് ചെയ്തു. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡേറ്റ ടൈപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് റോൾ നമ്പർ വന്നു, നൈം വന്നു, ജെൻഡർ വന്നു, പ്രിഫറൻസ് വന്നു. നമ്മൾ ആദ്യമായിട്ട് ഈ പറയുന്ന കോളം ഫില്ല് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റോൾ നമ്പറാണ്, റോൾ നമ്പർ 1 കൊടുക്കുന്നു. 2 നൈം ചോദിക്കുകയാണ്, നൈം നമ്മൾ കൊടുക്കുന്നു, അരുണിന് കൊടുക്കാം, അരുൺ. ജെൻഡർ നമുക്ക് 1 ആണ്, മെയിലാണ്, 1 കൊടുക്കുക, ടാബ് നിൽക്കുക. പ്രിഫറൻസ് നോൺ വെജ് ആണ്, 1 നിൽക്കുക, ടാബ് നിൽക്കുക. ഓക്കെ, രണ്ടാമത്തെ പേര് അനീഷ്, മെയിലാണ്, 1 കൊടുത്താൽ മതി, മെയിലായിക്കോളും. അനീഷ് നോൺ വെജ് അല്ല, വെജ് ആണ്. സോ 2 കൊടുക്കുക, എന്ത് ചെയ്യുക, വെജ് കിട്ടും. ഇനി 3 ആണ്. അടുത്ത ആളുടെ പേര് അമൃത ഫീമെയിലാണ്. അപ്പോൾ 2 കൊടുക്കുക, ഫീമെയിൽ ആവും. ഈ നമ്മൾ ഒരു കോളത്തിൽ നിന്ന് അടുത്ത കോളത്തിലോട്ട് പോകാൻ ഒരു ടാബാണ് യൂസ് ചെയ്യുന്നത്. കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന
ആ ഒരു കീയാണ് പ്രസ് ചെയ്യുന്നത്. അപ്പം ഒരു കോളത്തിന് അടുത്തോട്ട് പോകും. പ്രിഫറൻസ് എന്നുള്ളത് വെജ് നോൺ വെജ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നോൺ വെജ് കൊടുക്കാം, 1 കൊടുക്കുക, അപ്പോൾ നോൺ വെജ് ആവും. ഇനി 4 എന്ന് പറയുന്നത് ഒരാളുടെ പേര് കൊടുക്കുക, രാജു, മെയിലാണ്, നോൺ വെജ് ആണ്, 1 കൊടുക്കുക, അപ്പോൾ നോൺ വെജ് ആയി. അഞ്ചാമത്തത് ആരതി ഫീമെയിലാണ്, വെജാണ്, അപ്പോൾ 2 കൊടുക്കുക. ഇനി 6ാമത്തത് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, സുമി, അതും ഫീമെയിലാണ്, നമ്മൾ അത് നോൺ വെജ് ആണ്, 1 കൊടുക്കുന്നു, നോൺ വെജ്. 7ാമത്തത് സഹിൽ, അത് മെയിലാണ്, 1 കൊടുക്കുന്നു, നോൺ വെജ്, വെജാണ്. ഓക്കെ. അതിനുശേഷം 8ാമത്തെ എന്ന് പറയുന്നത് ഒരു ഹരി കൊടുക്കുന്നു, മെയിലാണ്, അപ്പോൾ 1 ക്ലിക്ക് ചെയ്യുക. ഇനി വെജാണ്, അവൻ 2 ക്ലിക്ക് ചെയ്യുക. ഇനി 9ാമത്തെ ആളെന്ന് പറയുന്നത് മനു മെയിലാണ്, 1 ക്ലിക്ക് ചെയ്യുക. വെജാണ്, 2 ക്ലിക്ക് ചെയ്യുക. ഇനി 10ാമത്തെ ആള് ലാലു മെയിലാണ്, പക്ഷേ നോൺ വെജാണ്. സോ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഇത് നമുക്ക് സാധാരണയായിട്ട് ഇതിൽ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്കിതിൻ്റെ ഫ്രീക്വൻസി ചോദിക്കാം, അതായത് ഓരോന്നിൻ്റെയും എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ള ഫ്രീക്വൻസി ചോദിക്കാം, എത്ര മെയിലുണ്ട് എത്ര ഫീമെയിൽ ഉണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അനലൈസിൽ പോയിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയിട്ട് അപ്പോൾ ഫ്രീക്വൻസിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജെൻഡറും ഫുഡ് പ്രോഡക്ട്സും എന്ത് ചെയ്യും, ജസ്റ്റ് കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. അതായത് എത്ര മെയിലുണ്ട്, 7 മെയിലുണ്ട്, 3 ഫീമെയിലുണ്ട്. കണ്ടോ, ഇതിലെത്ര നോൺ വെജ് ഉണ്ട്, 5 നോൺ വെജ് ഉണ്ട്, 5 വെജ് ഉണ്ട്. സോ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് ഉണ്ട്, അതിൻ്റെ നമ്പേഴ്സ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. സോ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനലൈസിൽ പോവുക, ഡിസ്ക്രിപ്റ്റീവ് പോവുക, ഫ്രീക്വൻസി. ഇനി നമുക്ക് രണ്ട് ഇൻഫർമേഷൻ ഒരു ടേബിളിനകത്ത് വരണം. ഫോർ എക്സാമ്പിൾ, എത്ര മെയിൽ നോൺ വെജ് ഉണ്ട്, എത്ര മെയിൽ വെജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫീമെയിൽ നോൺ വെജ് ഉണ്ട്, എത്ര ഫീമെയിൽ വെജ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ടാബ് ആണ്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് അനലൈസിൽ പോവുക, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക, അതിൽ ക്രോസ് ടാബ്. അപ്പോൾ ആ റോയിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ജെൻഡർ കൊടുക്കാം. അതേപോലെ ഫുഡ് പ്രിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, കോളത്തിൽ കൊടുക്കാം. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഓപ്ഷന് പോയിട്ട് chi-square ഓപ്ഷൻ ടിക്ക് ആയിരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, അത് ടിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. സോ നമുക്കറിയാൻ കഴിയും, മെയിലുള്ള 3 നോൺ വെജ് ഉണ്ട്, 4 വെജ് ഉണ്ട്. ഫീമെയിൽ 2 നോൺ വെജും 1 വെജും ആണുള്ളത്. സോ ടോട്ടൽ എത്ര പേര്, 10 പേരാണ്. പിന്നെ chi-square ടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അതിൽ അനലൈസ് ചെയ്യാൻ കഴിയുന്നു. chi-square ടെസ്റ്റ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അതിൻ്റെ വാല്യൂസ് അറിയാനായിട്ട് സാധിക്കും. ഈ chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ തമ്മിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ്നെസ് ഓഫ് ഫിറ്റോ അല്ലെങ്കിൽ ഡിഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. സോ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SPS-നകത്തുള്ളത്, നമുക്ക് നമ്മുടെ സിലബസിനകത്തുള്ളത് ഇത്ര മതി. നമുക്ക് ക്രോസ് ടാബ് കണ്ടുപിടിക്കാനും പിന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനും മാത്രം അറിഞ്ഞാൽ മതി.